ഇന്നൊരു വ്യത്യസ്തമായ വീഡിയോ എടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ ഇന്ന് ബുഡാപെസ്റ്റിൽ T2 വാക്കിംഗ് ടൂറാണ്. അപ്പോൾ ഇന്ന് ജൂയിഷ് കോർണർ വാക്കിംഗ് ടൂറാണ്. അപ്പോൾ അതിന് പോകണ മുമ്പേ ലിഡിൽ പോയി വാക്കിംഗ് ടൂറിന് വേണ്ട കുറച്ച് സ്നാക്സൊക്കെ വാങ്ങി വാക്കിംഗ് ടൂർ മീറ്റിംഗ് പോയിന്റിലേക്ക് നടക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ നടക്കുമ്പോൾ അടുത്ത് ടോയ്ലറ്റ് തേടുകയായിരുന്നു. ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇവിടെ ടോയ്ലറ്റ് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ വാക്കിംഗ് ടൂർ ഗൈഡിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഒരു ടോയ്ലറ്റ് കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് വാക്കിംഗ് ടൂർ ഗൈഡ് പോകാൻ പോണ സ്ഥലത്തിൻ്റെയൊക്കെ ഹിസ്റ്ററി കുറച്ച് പറഞ്ഞു തന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്തുള്ള ഒരു ജൂയിഷ് വാളിലേക്ക് പോയി. ജൂയിഷ് വാൾ ഇവിടെയുള്ള ജൂയിഷ് ആൾക്കാരും ബാക്കിയുള്ള ഹംഗേറിയൻസിനും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു വാളാണ്. ഈ ജൂയിഷ് വാളിൻ്റെ സറൗണ്ടിങ്ങിലാണ് ജൂയിഷ് ആൾക്കാരൊക്കെ താമസിച്ചിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്തുള്ള ഒരു സിനഗോഗിലേക്ക് പോയി. ഇതൊരു ഓർത്തഡോക്സ് സിനഗോഗായിരുന്നു. ഈ സിനഗോഗിൽ പഴയ ചിന്താരീതിയുള്ള ജൂയിഷ് ആൾക്കാർ പോണ ഒരു സിനഗോഗായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വേറെ 2 സിനഗോഗ് പോയി. ഈ സിനഗോഗ് പുതിയ ചിന്താരീതികൾ ഉള്ള ആൾക്കാരും പിന്നെ മിക്സ് ഉള്ള ആൾക്കാരും പോണ ഒരു 2 സിനഗോഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറേ പഴയ ഹോളോകോസ്റ്റിൽ ഡൈ ആയ കുറേ ആൾക്കാരുടെ മെമ്മോറിയൽ അത് അടുത്ത ജൂയിഷ് സിനഗോഗിൻ്റെ അടുത്തുണ്ടായിരുന്നു. അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്തുള്ള ഒരു ലംഗൂഷ് ഷോപ്പിലേക്ക് പോയി. ലംഗൂഷ് ബുഡാപെസ്റ്റിലെ ഒരു സ്ട്രീറ്റ് ഫുഡാണ്. അത് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത് ട്രാം പിടിച്ചിട്ട് ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ കൂടെ പോയിട്ട് ഞങ്ങൾ നെക്സ്റ്റ് വാക്കിംഗ് ടൂറിലേക്കായിരുന്നു പോകുന്നത്. ഇപ്പോഴത്തെ വാക്കിംഗ് ടൂറിൽ ഞങ്ങൾ ബുഡ ഏരിയത്തെ ബുഡ കാസിൽ ഏരിയയാണ് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ബുഡ കാസിൽ പോകുമ്പോൾ അവിടുത്തെ കുറേ ഹിസ്റ്ററി പറഞ്ഞായിരുന്നു വാക്കിംഗ് ടൂർ ഗൈഡ്. അപ്പോൾ ഈ ബുഡ കാസിൽ ഏരിയയിൽ 2 കൈൻഡ് ഓഫ് ഏരിയ ഉണ്ട്. ഒരു റെസിഡൻഷ്യൽ ഏരിയ, ഒരു റോയൽ ഏരിയ. ഫസ്റ്റ് ഞങ്ങൾ കവർ ചെയ്തത് റെസിഡൻഷ്യൽ ഏരിയ. അപ്പോൾ മുമ്പ് ഇവിടെ കുറേ ജർമ്മൻസും ഓസ്ട്രിയൻസും ഹംഗേറിയൻസും താമസിച്ചിരുന്നു. അവർക്കെല്ലാവർക്കും അവരുടെ സ്വന്തം കമ്മ്യൂണിറ്റി ചർച്ചും മാർക്കറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ജർമ്മൻസിന് അവരുടെ സ്വന്തം ചർച്ചും മാർക്കറ്റും, ഹംഗേറിയൻസിന് അവർ സ്വന്തം ചർച്ചും മാർക്കറ്റും, അങ്ങനെ തന്നെ ജൂയിഷ് ആൾക്കാർക്ക് അവരുടെ സ്വന്തം ചർച്ചും മാർക്കറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഏരിയ ഡാന്യൂബ് റിവറിനെ നോക്കിയിട്ടാണ് ഫേസ് ചെയ്തിട്ടാണ് ഈ ഫുൾ ഏരിയ. അപ്പോൾ ഈ കാണുന്ന ഏരിയ അവിടുത്തെ വെരി റിച്ച് ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ ആൾക്കാർ താമസിക്കുന്ന ഏരിയയാണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ റെസിഡൻഷ്യൽ ഏരിയ ഒരാൾക്കും ഇവിടുത്തെ വീട് വാങ്ങാനോ വിൽക്കാനോ കഴിയില്ല. അങ്ങനെ തന്നെ ഇവിടെ ഉള്ള വീടുകളിൽ വെരി ട്രഡീഷണലായ വീടുകളാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു മത്തായിസ് ചർച്ചിലേക്ക് പോയി. അപ്പോൾ ഈ മത്തായിസ് ചർച്ചിൻ്റെ മുമ്പിലാണ് ഫിഷർമാൻ ബാസ്റ്റിയൻ. ഈ ഏരിയ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇതൊരു വെരി ഇൻസ്റ്റഗ്രാം വർത്തി സ്പോട്ടാണ്. ഇവിടെ കുറേ ഫോട്ടോയും വീഡിയോ എല്ലാം ഇൻസ്റ്റഗ്രാം വർത്തിയായ കാര്യങ്ങൾ ഇവിടെ കാണാം. അത് കഴിഞ്ഞ് ഞങ്ങൾ ബുഡ കാസിലിൻ്റെ അങ്ങോട്ട് നടക്കുകയായിരുന്നു. അപ്പോൾ ബുഡ കാസിൽ ഈ കാസിൽ ഇപ്പോൾ ഒരു കാസിലല്ല. ഇവിടെ കാണുന്ന വിൻഡോസൊക്കെ പ്ലാസ്റ്റിക്കിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ശരിക്കും ബുഡ കാസിൽ വാറിൽ ഫുൾ നശിച്ചുപോയി. അപ്പോൾ ഇതൊരു റെപ്ലിക്ക കെട്ടിക്കുകയാണ് വരും പ്ലാസ്റ്റിക് ഗ്ലാസ്സുകളൊക്കെ ആയിട്ട് വിൻഡോ ആയിട്ട്. അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഫൗണ്ടൻ ഇപ്പോഴും റെനോവേഷൻ നടന്നുകൊണ്ടിരിക്കുക. ഈ ഏരിയയിലുള്ള കുറേ ബിൽഡിങ്ങിൽ റെനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫണിക്കുലാർ ചോട്ടിലുള്ള ഡാന്യൂബ് റിവർ ഇന്ന് ബുഡാപെസ്റ്റിലേക്ക് ഭയങ്കര ഈസിയിൽ എത്തുന്ന ഒരു ഫണിക്കുലാറാണ്. ഒരു 800 റുപ്പീസാണ് ആ ഫണിക്കുലാറിൽ ട്രാവൽ ചെയ്യാനുള്ള കോസ്റ്റ്. അത് കഴിഞ്ഞ് ബുഡാപെസ്റ്റിൽ കുറേ സ്ട്രീറ്റ് ആർട്ട് അങ്ങനെ കുറേ ഇതൊക്കെ കണ്ടു. എന്നിട്ട് പിന്നെ വീട്ടിലേക്ക് ഞങ്ങൾ തിരിച്ചെത്തി. അത് കഴിഞ്ഞ് അന്ന് കഴിച്ച് പിന്നെ വേഗം ഉറങ്ങി. അടുത്ത ദിവസം വേറൊരു വാക്കിംഗ് ടൂർ ഉണ്ടായിരുന്നു. അപ്പം ഇന്ന്